നമസ്കാരം. ലാൽസ് കിച്ചൺ ആൻഡ് ബ്ലോഗ്സിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് പേർ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരുന്നു, റിക്രൂട്ട്മെൻറ്റ് ഫ്രീസിംഗ് മാറി എങ്കിലും ഒരു ഇൻ്റർവ്യൂ പോലും വരുന്നില്ല, അതെന്താണ്? ഇത് വല്ല തട്ടിപ്പുമാണോ? അതോ ഇനി ഞങ്ങൾ മറ്റ് രാജ്യങ്ങൾ നോക്കണോ? എന്തുകൊണ്ടാണ് ഇൻ്റർവ്യൂ ഒന്നും ഇപ്പോൾ വരാത്തത്? ഇതിനെക്കുറിച്ച് പല വീഡിയോകൾ ഞങ്ങൾ നേരത്തെ ചെയ്തിരുന്നു. ഒരുപാട് പേരുടെ സംശയങ്ങൾക്ക് ഞങ്ങൾ മറുപടി കൊടുത്തിരുന്നു. എന്തുകൊണ്ട് HSCയിൽ ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഇൻ്റർവ്യൂ നടക്കുന്നില്ല? പുതിയ രീതി അനുസരിച്ച് എക്സ്പീരിയൻസ് എത്ര വർഷത്തത് വേണം? പ്രൈവറ്റിൽ എത്രത്തോളം വേക്കൻസികളാണ് വരാൻ സാധ്യത? ഫ്രഷായിട്ടുള്ളവർക്ക് നഴ്സിംഗ് ഹോമിലേക്ക് വരാൻ പറ്റുമോ? വീഡിയോയിലേക്ക് പോകും മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വച്ചേക്കുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തു വച്ചേക്കുക. അപ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അയർലൻഡിലെ HSCയിലുള്ള റിക്രൂട്ട്മെൻറ്റ് ഫ്രീസ് നിർത്തലാക്കി എന്ന് പറഞ്ഞത് സത്യം തന്നെയാണ്. എന്നാൽ എന്തുകൊണ്ടാണ് പുതിയ ഇൻ്റർവ്യൂസ് ഒന്നും വരാത്തത്? അതിൻ്റെ പ്രധാന കാരണം ഫ്രീസിംഗ് മാറിയെങ്കിലും റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട ഓരോ സ്ഥലങ്ങളിലുമുള്ള ഹോസ്പിറ്റലുകളിലേക്കും, ജനറൽ ഹോസ്പിറ്റലുണ്ട്, യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലുകളുണ്ട്, നഴ്സിംഗ് ഹോമുകളുണ്ട്, അതുപോലെ തന്നെ HSCയുടെ അണ്ടറിൽ വരുന്ന CHOകളും ധാരാളമുണ്ട്. ഇവിടെയൊക്കെ ഇപ്പോഴും സ്റ്റാഫ് ഷോർട്ടേജ് നിലവിലുണ്ട്. അതൊക്കെ ഏജൻസി സ്റ്റാഫുകളെ വെച്ചാണ് അവർ കവർ ചെയ്യുന്നത്. പിന്നെ നേഴ്സിംഗ് സ്റ്റുഡൻസിനെ വെച്ച് കുറേയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ നിലവിൽ OT, ICU, മെറ്റേണിറ്റി തുടങ്ങിയ പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകളിൽ 4 മുതൽ 6 വർഷം വരെ ഇൻ്റർനാഷണൽ എക്സ്പീരിയൻസ് ഉള്ള നേഴ്സസിനെ അവർ എടുക്കുന്നുമുണ്ട്. അതായത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ഇപ്പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് കുറച്ചൊക്കെ ആളുകൾ വരുന്നുമുണ്ട്. മാത്രമല്ല, നേരത്തെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഓഫർ ലെറ്റർ കിട്ടി വരാൻ കഴിയാതെ ഇരിക്കുന്ന നേഴ്സുമാർ ധാരാളമുണ്ട്. ഒരുപക്ഷെ അവരെയൊക്കെ ആയിരിക്കും ആദ്യം പരിഗണിക്കുന്നത്. ഇവിടെ ധാരാളം വേക്കൻസികൾ നിലവിലുണ്ട്, അതുറപ്പാണ്. പൊതുവെ ഇവിടെയുള്ള ഹോസ്പിറ്റലുകളിൽ എങ്ങനെയായിരിക്കണം നിയമനം നടത്തേണ്ടത് എന്ന കാര്യത്തെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ ഇപ്പോഴും HSCക്ക് കിട്ടിയിട്ടില്ല എന്ന് വേണം പറയാൻ. ഏതൊക്കെ സ്റ്റാഫിനെ ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിയമിക്കണമെന്ന ധാരണ കിട്ടാതെ റിക്രൂട്ട്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാനും കഴിയില്ല. മറ്റൊരു പ്രധാന കാരണം ക്രൈറ്റീരിയയിൽ വന്ന മാറ്റമാണ്. അതായത് റിക്രൂട്ട്മെൻറ്റ് ഫ്രീസിങ്ങിന് മുൻപും റിക്രൂട്ട്മെൻറ്റ് ഫ്രീസിങ് നടന്ന സമയത്തും 2 വർഷത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു മിനിമം അവർ ചോദിച്ചിരുന്നത് എങ്കിൽ ഇപ്പോൾ 4 വർഷം, 5 വർഷം, 6 വർഷം എന്നിങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത്. അതും ഇൻ്റർനാഷണൽ എക്സ്പീരിയൻസ് ഉള്ള നേഴ്സസിനെയാണ് കൂടുതലായി നോക്കുന്നത്. ഇതിനർത്ഥം അയർലൻഡിൽ നേഴ്സസിൻ്റെ സാധ്യത കുറയുന്നു എന്നല്ല. മനുഷ്യരുള്ളിടത്തോളം കാലം ഹോസ്പിറ്റലും അതുമായി ബന്ധപ്പെട്ട ജോലി ഒഴിവുകളും ധാരാളം ഉണ്ടാകും. ഇപ്പോഴത്തെ ഈ മെല്ലെപ്പോക്ക് ഒന്ന് മാറിക്കഴിഞ്ഞാൽ എല്ലാം പഴയതുപോലെ ആകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം എപ്പോഴും ഇവിടെ നിയമങ്ങൾ മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ നടക്കുന്ന ഈ പ്രതിസന്ധി ഒന്ന് മാറിക്കഴിഞ്ഞാൽ ധാരാളം വേക്കൻസികൾ ഇവിടെ ഉണ്ടാകും. കാരണം ഇവിടെ നിന്നും ധാരാളം നേഴ്സുമാർ ഓസ്ട്രേലിയ അടക്കമുള്ള വിദേശ രാജ്യങ്ങളിലേക്ക് അനുദിനം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വേക്കൻസികൾ ഉണ്ടാകും. മാത്രമല്ല, ഇവിടെ നഴ്സിംഗ് ഹോമുകളിലും പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലും ജോലി ചെയ്യുന്ന ധാരാളം നേഴ്സുമാർ HSC ഹോസ്പിറ്റലുകളിലോട്ട് മാറിക്കയറുമ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലും പ്രൈവറ്റ് നഴ്സിംഗ് ഹോമുകളിലും ധാരാളം വേക്കൻസികൾ ഉണ്ടാകും. അപ്പോൾ അവിടേക്കും റിക്രൂട്ട്മെൻറ്റുകൾ നടക്കും. ഉടനെ HSCയിൽ ജോലി കിട്ടിയില്ല എങ്കിലും നിങ്ങൾ പ്രൈവറ്റിലോ അല്ലെങ്കിൽ പ്രൈവറ്റ് നഴ്സിംഗ് ഹോമുകളിലോ അയർലൻഡിൽ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ ഏകദേശം 2 വർഷം കഴിയുന്ന മുറയ്ക്ക് നിങ്ങൾക്ക് ഗവൺമെൻറ്റിൽ കടന്നുകൂടാൻ കഴിയും. ഇവിടെ പ്രൈവറ്റ് നഴ്സിംഗ് ഹോമുകളിലൊക്കെ 2 വർഷത്തെ കോൺട്രാക്റ്റിലാണ് എടുക്കുന്നത്. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ജോലി മാറിക്കയറാം. അങ്ങനെ അയർലൻഡിൽ നിന്നുകൊണ്ട് നിങ്ങൾ HSCയിൽ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത കൂടുതലായിരിക്കും. അയർലൻഡിലെ റിക്രൂട്ട്മെൻറ്റ് ഏജൻസികളെക്കുറിച്ച് ഞങ്ങൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അയർലൻഡിലേക്ക് നേഴ്സസിനെ കൊണ്ടുവരുന്ന ഒരുമാതിരി എല്ലാ ഏജൻസികളെക്കുറിച്ചും വളരെ വിശദമായി അതിനകത്ത് പറയുന്നുണ്ട്. ഒന്നും പഴയതുപോലെ അത്ര ഈസി അല്ല ഇപ്പോൾ. എന്നാലും നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക, ഉറപ്പായിട്ടും അതിൻ്റെ ഫലം നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഗ്യാപ്പുള്ളവരുടെ കാര്യമാണ്. നിങ്ങൾക്ക് നല്ല എക്സ്പീരിയൻസ് നേരത്തെ ഉണ്ടായിരുന്നു
ഇപ്പോൾ നിങ്ങൾ വർക്കിങ്ങും ആണെങ്കിൽ നിങ്ങൾക്ക് ഉള്ള ഗ്യാപ്പ് ഒരു വലിയ പ്രശ്നമായി എടുക്കുകയില്ല. പിന്നെ HSCയിൽ എക്സ്പീരിയൻസ് അനുസരിച്ചാണ് സാലറി കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 10 വർഷം എക്സ്പീരിയൻസ് ഉള്ള നേഴ്സുമാരാണെങ്കിൽ ഒരുവിധം നല്ല സാലറി HSCയിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇനി നിങ്ങൾ അയർലൻഡിൽ വരുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യത്തെ ഈ ഒരു ബുദ്ധിമുട്ടൊക്കെ മാറിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സ്പൗസൊക്കെ നാട്ടിൽ നിന്നും വന്ന് അവർക്ക് കൂടെ ഒരു ജോലി കിട്ടി ഇവിടെ ഒരു വീടും കൂടി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സെറ്റാവാൻ കഴിയും. ഇനി അതിനും പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഓസ്ട്രേലിയ പോലെയുള്ള സ്ഥലത്തോട്ട് അയർലൻഡിൽ നിന്നും പോകാൻ ബുദ്ധിമുട്ടുണ്ടാകുകയില്ല. കാരണം ഇവിടെ ഒരുപാട് ഏജൻസികൾ ഓസ്ട്രേലിയയിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ അയർലൻഡ് എക്സ്പീരിയൻസ് ഉള്ള ഒരു നേഴ്സിന്, അതായത് ഇൻ്റർനാഷണൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു നേഴ്സിന് ഓസ്ട്രേലിയ പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകാൻ ബുദ്ധിമുട്ട് ഉണ്ടാവുകയില്ല. പൊതുവെ ഇവിടെ കണ്ടുവരുന്ന ഒരു രീതി വെച്ച് അയർലൻഡ് നേഴ്സസിൻ്റെ ഒരു ഇടത്താവളം തന്നെയാണ്. പ്രൈവറ്റിലെങ്കിലും ഇവിടെ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞ് ജോലി മാറണമെങ്കിൽ മാറാം. അല്ലെങ്കിൽ മറ്റ് വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ പോകണമെങ്കിൽ ഇവിടെ നിന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പത്തിൽ നടക്കുകയും ചെയ്യും. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.